ഹലോ എല്ലാവർക്കും നമസ്കാരം. BG's ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ കലാരൂപങ്ങൾ എന്ന ടോപ്പിക്കാണ്. കലാരൂപങ്ങൾ. അപ്പോൾ കലാരൂപങ്ങൾ നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആ ഒരു സബ്ജക്റ്റിനകത്ത് വരുന്നതാണ് നമ്മളുടെ കലാരൂപങ്ങൾ. അപ്പോൾ ഒരുപാട് കലാരൂപങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കലാരൂപങ്ങളിൽ നിന്നൊരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് PSC എക്സാമുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ഈ കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഇന്ന് അതിൻ്റെ പാർട്ട് 1 ആണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കുക. നമുക്ക് ഒരൊറ്റ വീഡിയോയിലൊന്നും തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല കലാരൂപങ്ങൾ. കാര്യം വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു വലിയ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഓരോരോ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു പോകാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കലാരൂപങ്ങളുടെ ഒരു കലാരൂപം നമ്മൾ മുഴുവനായിട്ട് പഠിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് പോവാം. അപ്പോൾ കലാരൂപങ്ങളിലേക്ക് നമുക്ക് ആദ്യമേ ഇന്ന് നമ്മളൊരു കലാരൂപം പഠിക്കും ഇന്നത്തെ വീഡിയോയിൽ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് വാദ്യങ്ങൾ നമുക്ക് ഓരോ കലാരൂപം നമ്മൾ പഠിക്കുമ്പോഴും ആ കലാരൂപത്തിൻ്റെ വാദ്യം എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ നോക്കൂ, വാദ്യങ്ങളിൽ എനിക്കിപ്പോൾ ഏറ്റവും ഇതായിട്ട് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും പഴയ വാദ്യം എന്ന് പറയുന്നത് 2 വാദ്യങ്ങളാണ്. ഒന്ന് മിഴാവ്. മിഴാവ് എന്ന് പറയുന്നത് ഏറ്റവും പഴയ വാദ്യമാണ് മിഴാവ്. അപ്പോൾ ഏതാണ് ഈ മിഴാവ്? ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വാദ്യമാണ് നമ്മുടെ മിഴാവ് എന്ന് പറയുന്നത്. ഇനിയും ഈ മിഴാവിനോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കുഴിത്താളം. മിഴാവും കുഴിത്താളവും, ഇതാണ് നമ്മുടെ കുഴിത്താളം. അപ്പോൾ ഇത് രണ്ടും ഏറ്റവും പഴയ വാദ്യങ്ങളാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്തു വെക്കുക. റെഡിയാണല്ലോ? അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചോളൂ. ഇനി നോക്കൂ, നമുക്ക് ഈ കലാരൂപങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഈ കലാരൂപങ്ങൾ എല്ലാവർക്കും പണ്ടത്തെ ആ ഒരു കാലത്ത് എല്ലാവർക്കും കലാരൂപങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. പണ്ട് കാലത്ത് കലകൾ ചെയ്യുന്നത് 2 ആളുകളാണ്. ഒന്ന് ചാക്യാരുമുണ്ട്, ഒന്ന് നമ്പ്യാരുമുണ്ട്. ഈ 2 ആളുകളാണ് കലാമേഖലയിൽ അല്ലെങ്കിൽ കലാരൂപങ്ങൾ ചെയ്യാനായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെയാണല്ലേ? അപ്പോൾ ഈ കലയിൽ തന്നെ ഒരു കലാരൂപം എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രധാന വേഷം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതോടൊപ്പം തന്നെ വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുണ്ട് അല്ലേ? അപ്പൊ ചാക്യാരാണ് അഭിനയം ചെയ്യുന്നത്. ആരാണ്? എപ്പോഴും ചാക്യാരാണ് അഭിനയം ചെയ്യുന്നത് എന്ന് പറയുന്നത്, വേഷങ്ങൾ ചെയ്യുന്നത്. ഏതൊരു കലാരൂപത്തിന്റെ, ഞാൻ പൊതുവായിട്ട് പറയുന്നതാണ്, ഏതൊരു കലാരൂപത്തിന്റെ അങ്ങനെയാണ്. ഇനി നമ്പ്യാർ എന്താണ് ചെയ്യുന്നത്? നമ്പ്യാർ ചെയ്യുന്നത് വാദ്യങ്ങളാണ്. അതായത് മിഴാവ് പോലുള്ള വാദ്യങ്ങൾ വാദ്യങ്ങൾ കൊട്ടുകയാണ് നമ്മുടെ നമ്പ്യാർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്പ്യാരുടെ ഭാര്യയാണ് നങ്ങ്യാർ എന്ന് പറയുന്നത് കേട്ടോ. ഈ നമ്പ്യാരുടെ ഭാര്യയാണ് ആര്? നങ്ങ്യാർ എന്ന് പറയുന്നത്. നങ്ങ്യാർ എന്ത് ചെയ്യും? നമ്മുടെ മിഴാവിന്റെ കൂടെ ഉപയോഗിക്കുന്ന വാദ്യമായിട്ടുള്ള കുഴിത്താളം ആരാണ്? നങ്ങ്യാറാണ് കുഴിത്താളം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു രീതി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ചാക്യാര് വേഷങ്ങൾ ചെയ്യും, അഭിനയിക്കും. ഉപകരണങ്ങളും വാദ്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമ്പ്യാരാണ്. മിഴാവ് കൈകാര്യം ചെയ്യുന്നതാണ് നമ്പ്യാരുടെ ഭാര്യ നങ്ങ്യാർ എന്താ ചെയ്യുക? കുഴിത്താളമാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മിഴാവ് പണ്ടത്തെ ഏറ്റവും പഴയ ഒരു വാദ്യമാണ് മിഴാവ് എന്ന് ഞാൻ പറഞ്ഞു. ഈ മിഴാവിന് അല്പം അപ്ഡേഷനൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മിഴാവ് കുറച്ച് അപ്ഡേഷൻ ചെയ്ത് വന്നതാണ് മദ്ദളം എന്ന് പറയുന്നത്. എന്താണ്? മദ്ദളം. അപ്പം മിഴാവിന് അല്പം മോടി ഒക്കെ പിടിപ്പിച്ച് വന്നതാണ് മദ്ദളം. മിഴാവിന് പകരം വന്നതാണ് പിന്നീട് മദ്ദളം. അതില് ആദ്യ മദ്ദളം എന്ന് പറയുന്നതാണ് നമ്മുടെ തൊപ്പി മദ്ദളം എന്നാണ്. നമ്മൾ ആദ്യ മദ്ദളത്തെ പറയുന്നതാണ് തൊപ്പി മദ്ദളം. എന്താണ്? ആദ്യ മദ്ദളമാണ് മക്കളെ തൊപ്പി മദ്ദളം എന്ന് പറയുന്നത്. തൊപ്പി മദ്ദളം. 2ാം മദ്ദളമാണ് ശുദ്ധ മദ്ദളം. അപ്പൊ തൊപ്പി മദ്ദളവും ഉണ്ട്, ശുദ്ധ മദ്ദളവും ഉണ്ട്. ഞാനിതിന്റെ ചിത്രം
എടുത്ത് ഇവിടെ വെക്കാൻ വിട്ടുപോയി. അപ്പം നിങ്ങളത് ഗൂഗിളിലൊക്കെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിത്രത്തിൽ അത്ര വ്യക്തമല്ലെങ്കിലും കൃത്യമായിട്ട് അത് ഒരു ഉപകരണം എന്താണ് ആ ഒരു വാദ്യോപകരണം എന്താണ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ആദ്യ മദ്ദളമാണ് തൊപ്പി മദ്ദളം, രണ്ടാം മദ്ദളമാണ് ശുദ്ധ മദ്ദളം എന്ന് ഓർത്തു വെക്കുക. ഇതൊക്കെ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആ കലാരൂപം നമ്മൾ പഠിക്കുമ്പോൾ ആ കലാരൂപത്തിൽ നമുക്ക് വേണ്ടിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, കുഴിത്താളത്തിന് പകരം ഇലത്താളം എത്തുകയും അതിനുശേഷം ചേങ്ങിലയും. അതായത് കുഴിത്താളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും പണ്ടത്തെ ഒരു വാദ്യോപകരണമാണ് കുഴിത്താളം. ആ കുഴിത്താളത്തിന് ശേഷം വന്നതാണ് നമ്മുടെ ഇലത്താളം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഇലത്താളം, നമ്മുടെ ചെണ്ടമേളക്കൊക്കെ ഉപയോഗിക്കുന്നതാ. ഇതാണ് നമ്മുടെ ഇലത്താളം എന്ന് പറയുന്നത്. ഇലത്താളവും പിന്നെ ചേങ്ങിലയൊക്കെ എത്തുകയാണ്. കുഴിത്താളത്തിന് പകരമായി ഇലത്താളവും ചേങ്ങിലയും ഒക്കെ എത്തുകയാണ്. ഇതാണ് ചേങ്ങില എന്ന് പറയുന്നത്. ഇതാണ് ഇലത്താളം എന്ന് പറയുന്നത്. ഇതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഇലത്താളം എന്ന് പറയുന്നത്. ഇതാണ് ഇലത്താളം കേട്ടോ. ഇതാണ് ഇലത്താളം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ കുഴിത്താളത്തിന് പകരം ഇലത്താളവും പിന്നെന്താണ് ചേങ്ങിലയും ഒക്കെ എത്തുകയാണ് എന്നുള്ളതാണ്. നിങ്ങളതൊന്ന് ഓർത്തു വെക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ആ കലാരൂപം പഠിപ്പിക്കുമ്പോൾ ആ വാദ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇനി കലാരൂപങ്ങൾ എന്ന ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കലാരൂപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഏതാണ്? കൂടിയാട്ടം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആദ്യം സാറേ കൂടിയാട്ടം പഠിപ്പിക്കുന്നത്? നമുക്ക് ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. കൂടിയാട്ടം എന്താണ്? അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ആദ്യ അംഗീകൃത കലാരൂപമാണ് നമ്മുടെ കൂടിയാട്ടം എന്ന് പറയുന്നത്. എന്താണ്? കേരളത്തിൻ്റെ ആദ്യ അംഗീകൃത കലാരൂപമാണ് കേരളത്തിൻ്റെ ആദ്യ അംഗീകൃത കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂടിയാട്ടം നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കൂടിയാട്ടം. അപ്പോൾ ഒരാൾക്ക് സംശയം വരും, നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ സംശയം വരും, സാറേ ഇത് കഥകളിയാണോ, ഇത് കൂടിയാട്ടമാണോ, ഇത് ഏതാണ് ഈ ചിത്രം സാർ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ചിലർക്ക് ഇത് കഥകളി പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇത് കഥകളി അല്ല എന്നറിയാൻ നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതിയാകും. ഈ മിഴാവിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. കണ്ടോ, ഇവിടെ മിഴാവ് കൊട്ടുന്നുണ്ട്. ഇതെന്താണ് ഉപകരണം? ഈ ഉപകരണം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയതാണ്, നിങ്ങളുടെ മുമ്പിൽ നേരത്തെ പരിചയപ്പെടുത്തി. ഇത് മിഴാവാണ്. ഏറ്റവും പഴക്കമുള്ള ഉപകരണമാണ് അല്ലെ, വാദ്യമാണ് മിഴാവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മിഴാവ് ഇവിടെ കൊട്ടുന്നുണ്ട്. മിഴാവ് കൊട്ടുന്നത് കൂടിയാട്ടത്തിലാണ്. കഥകളിയിൽ ഒരിക്കലും മിഴാവ് ഉണ്ടാവില്ല. അപ്പൊ ഈ ചിത്രത്തിൽ മിഴാവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് കൂടിയാട്ടമാണ്. കാരണം കഥകളിയിൽ ഒരിക്കലും മിഴാവില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഒരു സംശയം വരുന്നവർക്ക് അത് ക്ലിയർ ആണല്ലോ. അപ്പൊ അതും മനസ്സിലായി എന്നുള്ളതാണ്. ഇനി ഈ കൂടിയാട്ടത്തിന് ഒരുപാട് സവിശേഷതകളുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ കൂടിയാട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഈ കൂടിയാട്ടം ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിത് പഠിക്കാം എന്നുള്ളതാണ്. നോക്കൂ, കൂടിയാട്ടം കേരളീയ ശൈലിയിലുള്ള സംസ്കൃത നാടകമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. കേരളീയ ശൈലിയിലുള്ള സംസ്കൃത നാടകമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തില് നോക്കട ഭാഷകൾ എന്ന് പറയുന്നത് പ്രാകൃതം, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളാണ് ഈ കലാരൂപത്തിൽ. അപ്പൊ ഭാഷകൾ നോക്കൂ, 3 ഭാഷകളാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്. പ്രാകൃതം, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളാണ് എത്തുന്നത്. ഇതിലെ പ്രാകൃതം സ്ത്രീകളാണ് എന്നുള്ളതാണ്. പ്രാകൃതം ആരാണ്? സ്ത്രീകളാണ് എന്നുള്ളതാണ്. മലയാളം ആരാണ്? മലയാളം വിദൂഷകനാണ്. മലയാളം വിദൂഷകന്മാരാണ്. മലയാളം വിദൂഷകന്മാര്. ഈ ഒരു കലാരൂപത്തിന് 3 ഭാഷകളാണ്. ആ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവർ പ്രാകൃതം, സംസ്കൃതം, മലയാളം. അതിൽ പ്രാകൃതം സ്ത്രീകളാണ്, മലയാളം വിദൂഷകന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു കൂടിയാട്ടത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 41 ദിവസമാണ് ഒരു കൂടിയാട്ടത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 41 ദിവസമാണ് ഒരു കൂടിയാട്ടത്തിന്റെ ദൈർഘ്യം. അതായത് നമ്മുടെ കഥകളിയേക്കാളും ദൈർഘ്യം ഈ കൂടിയാട്ടത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? ഇതിന്റെ ഉപജ്ഞാതാവാണ്
കുലശേഖര ആൾവാർ എന്നാണ് ഈ ഒരു കലാരൂപത്തിന്റെ ഉപജ്ഞാതാവിന്റെ പേര്. ഒന്ന് പഠിച്ചു വെച്ചോളൂ, കുലശേഖര ആൾവാർ. ആരാണ്? കുലശേഖര ആൾവാർ. അപ്പൊ അത് വലിയൊരു കഥയുണ്ട്. ഇവിടെ രാജാവാണ് നമ്മുടെ കുലശേഖര ആൾവാർ എന്ന് പറയുന്നത്. അപ്പൊ കുലശേഖര ആൾവാർ എന്ന രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലിരിക്കവേ അദ്ദേഹം ഒരു കഥ എഴുതുകയും, അപ്പൊ ആ കഥ എന്താണ് ആളുകളിലേക്ക് എത്തണമെന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ആ കഥകളൊക്കെ എന്താണ് നമ്മൾ ഇതുപോലെ പുസ്തകങ്ങളൊക്കെ ആക്കി കൊടുക്കുന്ന പതിവുകളില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ അദ്ദേഹം എഴുതി ഈ കഥ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ എന്താണ് ഒരു കലാകാരനായിട്ടുള്ളൊരു വിദൂഷകൻ ഉണ്ടായിരുന്നു. ആ വിദൂഷകന്റെ പേരാണ് തോലൻ. കണ്ടോ, സഹായി എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സഹായി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തതാണ് ആര്? തോലൻ എന്ന് പറയുന്നത്. അപ്പൊ അതായത് ആ കൊട്ടാരത്തിലെ ഒരു കലാകാരനും വിദൂഷകൻ കൂടി ആയിട്ടുള്ള തോലൻ എന്ത് ചെയ്യുകയാണ്? തോലന്റെ അടുത്തേക്ക് രാജാവ് എത്തി പറയുകയാണ്, എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, ആ കഥ നീ ഒന്ന് കേൾക്കണം. ആ കഥ എന്നിട്ട് എന്താണ് ഒരു കലാരൂപമാക്കണം, അല്ലെങ്കിൽ ആ കല എന്ത് ചെയ്യണം, ആ കഥ ഒരു കലാരൂപമാക്കി അവതരിപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ ആ കഥ എന്താണ് ഈ തോലൻ എന്താണ് വായിക്കുകയും തുടർന്ന് അതെന്താണ് ഒരു കലാരൂപമാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കൂടിയാട്ടം എന്ന കലാരൂപം, അതിൻ്റെ ആദ്യ കല എന്ന് പറയുന്നതൊക്കെ അങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടിയാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കുലശേഖര ആൾവാറാണ്. സഹായിയായി, അതായത് ഈ ഒരു കൂടിയാട്ടം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉപജ്ഞാതാവ് കുലശേഖര ആൾവാറാണ്. കുലശേഖര ആൾവാർ. അപ്പൊ കുലശേഖര ആൾവാർ അദ്ദേഹത്തിന് സഹായിയായി നിന്ന വ്യക്തിയായിരുന്നു തോലൻ. കാരണം തോലൻ എന്തായിരുന്നു? ആ രാജാവിന്റെ ആ കൊട്ടാരത്തിലെ ഒരു കലാകാരനായിരുന്നു, ഒരു വിദൂഷകനായിരുന്നു തോലൻ എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? അപ്പൊ അത്രയും ഒരു കഥ പോലെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, മനസ്സിലാക്കി വെച്ചോളൂ. ഇങ്ങനെ ഒരു കഥയുണ്ട്. ഇനി നോക്കൂ, കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് തോലൻ രചിച്ച കൃതികളുണ്ട്. അതായത് കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് തോലൻ എന്ന് പറയുന്നത് സഹായി ആയിരുന്നു, കുലശേഖര ആൾവാറുടെ സഹായി ആയിരുന്നു. അപ്പൊ ആ സഹായി ആയിട്ടുള്ള തോലൻ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് രചിച്ച 2 കൃതികളുണ്ട്. ഒന്ന് ആട്ടപ്രകാരവും, ഒന്നാമത്തതാണ് ആട്ടപ്രകാരം. 2 ക്രമദീപിക. ഏതൊക്കെയാണ്? ആട്ടപ്രകാരം, ക്രമദീപിക. അപ്പൊ ഈ 2 കഥകൾ, ഈ 2 കൃതികൾ ആര് രചിച്ചതാണ്? തോലൻ രചിച്ചതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എന്താണ് ഈ 2 കൃതികൾ? അതായത് ആട്ടപ്രകാരവും അതോടൊപ്പം തന്നെ ക്രമദീപികയും. ഏതാണ്? ആട്ടപ്രകാരവുമുണ്ട്, അതോടൊപ്പം തന്നെ ക്രമദീപികയുമുണ്ട്. അപ്പൊ ഈ ആട്ടപ്രകാരവും ക്രമദീപികയും തോലൻ രചിച്ചതാണ്. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് തോലൻ രചിച്ച കൃതികളാണ് ആട്ടപ്രകാരവും ക്രമദീപികയും. പഠിച്ചോ? അത് ഇപ്പോൾ തന്നെ പഠിച്ചോ, ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിച്ചോ, ആട്ടപ്രകാരം, ക്രമദീപിക എന്നുള്ളത്. ഇനിയും ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് മണിപ്രവാള ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന ആദ്യ കലാരൂപമാണ്. മണിപ്രവാളം എന്ന് പറയുന്നത്, മണിപ്രവാള ലക്ഷണങ്ങൾ, മണിപ്രവാളം എന്ന് പറയുന്നത് മലയാളവും സംസ്കൃതവും കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് കലാരൂപം പറയുമ്പോൾ മണിപ്രവാളം ഒക്കെ പറയാം കേട്ടോ. അപ്പൊ മണിപ്രവാള ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന ആദ്യ കലാരൂപമാണ് ഈ കൂടിയാട്ടം എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇതൊരു സവിശേഷതയായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. മണിപ്രവാള ലക്ഷണങ്ങൾ കാണിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ആദ്യ കലാരൂപം ഏതാണ്? മണിപ്രവാള ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന ആദ്യ കലാരൂപം കൂടിയാട്ടമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്ന കൂടിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദേശകാവ്യമാണ്. കോഴിക്കോട്ടെ ഒരു ക്ഷേത്രമുണ്ട്, തളി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കൂടിയാട്ടത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു സന്ദേശകാവ്യമുണ്ട്. അതാണ് ഉണ്ണുനീലി സന്ദേശം. ഓർത്തു വെച്ചോളൂ, ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. ഉണ്ണുനീലി സന്ദേശമാണ് എന്നുള്ള കാര്യം പഠിച്ചു വെച്ചോളൂ. ഉണ്ണുനീലി സന്ദേശം, അതായത് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്ന കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് ആ കൂടിയാട്ടത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു സന്ദേശകാവ്യമാണ്. ആ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. സന്ദേശകാവ്യത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചോ? അപ്പം ഉണ്ണുനീലി സന്ദേശം.
തളി ക്ഷേത്രത്തിൽ നടന്ന കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട ആ കൂടിയാട്ടത്തെ പറ്റി പരാമർശിക്കുന്ന സന്ദേശ കാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം. ഇനി നോക്കൂ, ഈ കൂടിയാട്ടത്തിന് ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അപ്പൊ കൂടിയാട്ടത്തിന്റെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്നാമത്താണ് കലകളുടെ മുത്തശ്ശി എന്നാണ് ഈ കൂടിയാട്ടത്തിനെ നമ്മൾ വിളിക്കുന്നത്. കലകളുടെ മുത്തശ്ശി. കലകളുടെ മുത്തശ്ശിയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, അഭിനയത്തിന്റെ അമ്മ എന്നാണ് കൂടിയാട്ടം പറയുന്നത്. കാരണം അത്രയും തരത്തിലുള്ള മുദ്രകളും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ കൂടിയാട്ടം നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഏകദേശം 10 വർഷത്തെ പഠനമാണ് ഈ കൂടിയാട്ടത്തിന് വേണ്ടിയത്. 10 വർഷത്തെ പഠനമാണ്. അതാണ് അഭിനയത്തിന്റെ അമ്മ എന്ന് പറയുന്നത്. വെറുതെ അല്ല, 10 വർഷമാണ്. ഒരു കൂടിയാട്ടം പഠിക്കണമെങ്കിൽ 10 വർഷമാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത് ആ കലാരൂപം പഠിച്ചെടുക്കാനായിട്ട്. റെഡിയാണല്ലോ? അപ്പോൾ കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. അഭിനയത്തിന്റെ അമ്മ എന്ന് പറയുന്നതും കൂടിയാട്ടമാണ്. ഇനി നോക്കൂ, ആദ്യത്തെ സംയോജിത കലയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ആദ്യത്തെ സംയോജിത കലയാണ് കൂടിയാട്ടം. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. എന്താണ്? മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം കൂടിയാട്ടമാണ്. രസഭാവാഭിനയങ്ങളുടെ പരിസമാപ്തി. അതായത് കൂടിയാട്ടം പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കലകളും സ്വന്തമാക്കിയ ഒരു വ്യക്തി എന്നുള്ളതാണ്. കാരണം ആ തരത്തിലാണ് കൂടിയാട്ടത്തിന്റെ ഒരു അഭിനയത്തിന്റെ രീതി വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ രസഭാവാഭിനയങ്ങളുടെ പരിസമാപ്തി, അതാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. രസഭാവാഭിനയങ്ങളുടെ പരിസമാപ്തി. പിന്നെ നമ്മൾ സകല കല എന്നറിയപ്പെടുന്നതും എന്താണ്? കൂടിയാട്ടമാണ്. സകല കല എന്നറിയപ്പെടുന്നതും കൂടിയാട്ടമാണ്. അപ്പൊ കൂടിയാട്ടത്തിന് 6 വിശേഷണങ്ങളാണുള്ളത്. ഇതിനുമ്പോ നമ്മൾ പറഞ്ഞു മണിപ്രവാള ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന ആദ്യ കലാരൂപം. അത് വേണമെങ്കിൽ 7 ആക്കാം കേട്ടോ. അപ്പോ മെയിനായിട്ട് ഇത്രയുമാണ് ചോദിക്കുന്നത്. കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നു, അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നു, ആദ്യത്തെ സംയോജിത കലാരൂപം എന്നറിയപ്പെടുന്നു, മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം, രസഭാവാഭിനയങ്ങളുടെ പരിസമാപ്തി, സകല കല എന്നാണ് അറിയപ്പെടുന്നത്. സകല കല എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ ഈ കൂടിയാട്ടം പഠിക്കുക എന്ന് പറഞ്ഞാല് മോഹിനിയാട്ടം എന്ന കലാരൂപം വരുന്നു. ആ മോഹിനിയാട്ടം നമ്മൾ പഠിച്ചു. ആ മോഹിനിയാട്ടത്തിന്റെ എല്ലാ മുദ്രകളും പഠിച്ചുകൊണ്ട് നമ്മൾ എത്തുന്നു. അപ്പം മോഹിനിയാട്ടത്തിന് ശേഷം നമ്മൾ ഭരതനാട്യത്തിന് വേണ്ടി എല്ലാ മുദ്രകളും പഠിക്കുന്നു. അതിനുശേഷം കഥകളിയുടെ എല്ലാ മുദ്രകളും പഠിക്കുന്നു. അതിനുശേഷമാണ് കൂടിയാട്ടം വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടിയാട്ടത്തിന് ഉണ്ട്. മുദ്രകളും അഭിനയങ്ങളും എല്ലാം കൂടിയാട്ടത്തിനുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സകല കല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ കൂടിയാട്ടം എന്ന കലാരൂപത്തിന്റെ അഭിനേതാക്കൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് ചാക്യാരും അതോടൊപ്പം തന്നെ ഒന്ന് നങ്ങ്യാറുമാണ്. ഒന്ന് നങ്ങ്യാറുമാണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ കുലശേഖര ആൾവാർ എന്ന രാജാവ് ഈ കഥ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു കലാരൂപമാക്കി അവതരിപ്പിക്കാൻ തോലനെ ഏൽപ്പിച്ചപ്പോൾ തോലൻ അന്ന് കലാരൂപങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ചാക്യാരാണ്. അപ്പൊ ചാക്യാരനെ പോയി കാണുന്നു. അപ്പോഴാണ് ഈ കഥയിലെ സ്ത്രീവേഷങ്ങൾ ആരാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചത്. അപ്പൊ ഈ കലാരൂപത്തിലെ സ്ത്രീവേഷങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ രാജാവ് പറഞ്ഞു, സ്ത്രീകൾ മാത്രമേ ഈ കഥയിലെ സ്ത്രീവേഷങ്ങൾ കെട്ടാവൂ. അതായത് പുരുഷന്മാര് സ്ത്രീവേഷങ്ങൾ കെട്ടാൻ പാടില്ല ഈ കലാരൂപത്തില്. അതാണ് ഈ കലയുടെ മറ്റൊരു പ്രത്യേകതയാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീവേഷങ്ങൾ ആടണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ചാക്യാർ നായകനായിട്ട് എത്തുമ്പോൾ ഈ സ്ത്രീവേഷങ്ങൾ ചെയ്യാനായിട്ട് നങ്ങ്യാർ സ്ത്രീകളാണ് എത്തുന്നത്. അപ്പൊ ചാക്യാർ നായകനായിട്ടും നങ്ങ്യാർ നായികയായിട്ടുമാണ് ഈ കലാരൂപത്തിലെ ഇവർ രണ്ടുപേരുമാണ് ഈ കലാരൂപത്തിലെ അഭിനേതാക്കൾ എന്നുള്ളതാണ്. ചാക്യാരുണ്ട്, നങ്ങ്യാരുണ്ട്.
അപ്പൊ ചാക്യാർ നായകനും, കഥയുടെ നായകൻ ചാക്യാരും നായിക നങ്ങ്യാറും കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഇനി ഈ കൂടിയാട്ടത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാദ്യങ്ങളുണ്ട്. കൂടിയാട്ടത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം എന്ന് പറയുന്നത് മിഴാവാണ്. പ്രധാന വാദ്യം എന്ന് പറയുന്നത് മിഴാവാണ്. ആ മിഴാവ് കൊട്ടുന്നത് നമ്പ്യാറാണ് ആ മിഴാവ് എന്ത് ചെയ്യുന്നത്, മിഴാവ് കൊട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നമ്പ്യാറ് മിഴാവ് കൊട്ടുകയും അതോടൊപ്പം തന്നെ നങ്ങ്യാറ് കുഴിത്താളം എന്ന വാദ്യം നമ്മൾ കണ്ടു, അതിന്റെ ഫോട്ടോയും കണ്ടു. ആ കുഴിത്താളം എന്ന വാദ്യം കൊട്ടുന്നത് ആരാണ്? അത് നങ്ങ്യാർ സ്ത്രീകളാണ്, നങ്ങ്യാറാണ്. നമ്പ്യാരുടെ ഭാര്യയാണ് നങ്ങ്യാർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്പ്യാർ എന്ത് ചെയ്യുന്നുണ്ട്, മിഴാവ് കൊട്ടുന്നുണ്ട്. നങ്ങ്യാറ് എന്താണ്, കുഴിത്താളമുണ്ട്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൂടിയാട്ടത്തിന്റെ വാദ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് വാദ്യങ്ങളാണ്. ഒന്ന് മിഴാവ്, പ്രധാനമായിട്ടും വേണ്ടത് ഈ രണ്ട് വാദ്യങ്ങൾ വേണം. ഒന്ന് മിഴാവും വേണം, പിന്നെ കുഴിത്താളം വേണം. കുഴിത്താളം. ആ കുഴിത്താളത്തിനകത്ത് മിഴാവ് നമ്മുടെ നമ്പ്യാർ കൊട്ടുന്നു, കുഴിത്താളം നങ്ങ്യാറ് കൊട്ടുന്നു. ഇനി അകമ്പടി വാദ്യങ്ങളുണ്ടടാ. അകമ്പടി വാദ്യങ്ങളായിട്ട് നമുക്ക് ഇടയ്ക്ക, ശംഖ്, കുഴലുണ്ട്. പക്ഷേ ഇത് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക്, ശംഖും കുഴലും ഒക്കെ ഉപയോഗിക്കാം, പക്ഷേ ഇത് നിർബന്ധമില്ല. അപ്പൊ ഇടയ്ക്ക, ശംഖ്, കുഴല് എന്നിവ എന്താണ്, അകമ്പടി വാദ്യങ്ങളാണെന്നുള്ളതാണ്. എന്താണ്, അകമ്പടി വാദ്യങ്ങളാണ്. ഇടയ്ക്കയും ശംഖും കുഴലും ഒക്കെ എന്താണ്, അകമ്പടി വാദ്യങ്ങളാണ്. കൃത്യമായി നിങ്ങൾ പഠിക്കണം, അകമ്പടി വാദ്യങ്ങളാണ് ഇടയ്ക്ക, ശംഖ്, കുഴല് എന്നിവ അകമ്പടി വാദ്യങ്ങളാണ്. അപ്പൊ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടിയത് മിഴാവും കുഴിത്താളവുമാണ്. റെഡിയാണല്ലോ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലായി. ഇനി ഇതിന്റെ അവതരണ രീതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കുക. അതിന്റെ അവതരണ രീതി നോക്കിക്കേ. അതായത് നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? ഭരതമുനിയാണ്. നാട്യശാസ്ത്രം അല്ലെ, നാട്യശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം. അപ്പം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ നവരസങ്ങളും, അപ്പം ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രമുണ്ട്, ആ നാട്യശാസ്ത്രത്തിലെ നവരസങ്ങളുണ്ട്. അപ്പൊ ആ നവരസങ്ങളും അതോടൊപ്പം തന്നെ കടത്തനാട് ഉദയവർമ്മ തമ്പുരാൻ രചിച്ച, ആരാണ്? കടത്തനാട് ഉദയവർമ്മ തമ്പുരാൻ രചിച്ച എന്താണ്? കടത്തനാട് ഉദയവർമ്മ തമ്പുരാൻ രചിച്ച ഹസ്തലക്ഷണ ദീപികയിലെ 24 കൈമുദ്രകളുമാണ് ഈ കൂടിയാട്ടത്തിൽ വേണ്ടിയത്. അപ്പം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ നവരസങ്ങളും വേണം. അതോടൊപ്പം തന്നെ കടത്തനാട് ഉദയവർമ്മ തമ്പുരാൻ രചിച്ച ഹസ്തലക്ഷണ ദീപികയിലെ 24 കൈമുദ്രകളാണ്. ഹസ്തലക്ഷണ ദീപികയിലെ 24 കൈമുദ്രകളും ഉപയോഗിച്ചാണ് നമ്മൾ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. അതാണ് ഇതിന്റെ അവതരണ രീതി. അപ്പൊ പ്രധാനമായിട്ടും നാട്യശാസ്ത്രമുണ്ട്. ഭരതമുനി രചിച്ച നാട്യശാസ്ത്രത്തിലെ നവരസങ്ങള്, അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഴുതാം. ഭരതമുനി രചിച്ച, നോക്കൂ, ഭരതമുനി രചിച്ച നാട്യശാസ്ത്രമുണ്ട് അല്ലെ. ഈ നാട്യശാസ്ത്രത്തിലെ നവരസങ്ങളുണ്ട്. പിന്നെ ആരാണ്? കടത്തനാട് ഉദയവർമ്മ തമ്പുരാൻ രചിച്ച കടത്തനാട് ഉദയവർമ്മ അപ്പൊ കടത്തനാട് ഉദയവർമ്മ തമ്പുരാൻ രചിച്ച ഹസ്തലക്ഷണ ദീപികയിലെ 24 കൈമുദ്രകളും കൈമുദ്രകൾ. അപ്പൊ 24 കൈമുദ്രകളും എന്ത് വേണം? ഈ ഒരു കലാരൂപം അവതരിപ്പിക്കാനായിട്ട് വേണം എന്നുള്ളതാണ്. ഇനി നോക്കൂ, നാട്യശാസ്ത്രത്തിലെ 4 അവതരണ രീതികൾക്കാണ് പ്രാധാന്യം. ഈ കലാരൂപത്തിന്, കൂടിയാട്ടം എന്ന കലാരൂപത്തിന് നാട്യശാസ്ത്രത്തിലെ 4 അവതരണ രീതികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. 4 അവതരണ രീതികൾക്ക് പ്രാധാന്യം ഏതൊക്കെയാണ്? ഒന്ന് ആംഗിക,
ആംഗിക എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗ്യങ്ങൾ അല്ലെ? യെസ്, ആംഗിക. വാചികം, വാചികം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡയലോഗ് അല്ലെ, നമ്മുടെ ഡയലോഗ് എന്ന് പറയാം. അപ്പൊ വാചികം. അപ്പൊ ആംഗിക, വാചികം, സ്വാധികം. സ്വാധികം എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്വഭാവമാണ്. സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത്? സ്വാധികം എന്ന് പറയുന്നത്. പിന്നെന്തുണ്ട്? സ്വാധികമുണ്ട്. പിന്നെന്താണ്? ആഹാര്യം. ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷമാണ്. ആഹാര്യം, ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷമാണ്. അപ്പൊ ഈ 4 അവതരണ രീതികൾക്കാണ് എന്താണ് നമ്മളുടെ നാട്യശാസ്ത്രത്തിലെ 4 അവതരണ രീതികൾക്കാണ് പ്രാധാന്യം ഇവിടെയുള്ളത്. ഈ കലാരൂപത്തിന് പ്രാധാന്യമുള്ളത്. അത് ഏതൊക്കെയാണ്? നാട്യശാസ്ത്രത്തിലെ 4 അവതരണ രീതികൾ. 4 അവതരണ രീതികളാണ്. 4 അവതരണ രീതികൾ അല്ലെ? നാട്യശാസ്ത്രത്തിലെ 4 അവതരണ രീതികളാണ്. ഏതൊക്കെയാണ് ആ 4 അവതരണ രീതികൾ? ഒന്നെന്ന് പറയുന്നത് ആംഗികയാണ്, അതായത് നമ്മുടെ ആംഗിക അല്ലെ. രണ്ടാമത് എന്താണ്? വാചികമാണ്, നമ്മളുടെ ഡയലോഗുകൾ എന്ന് പറയും. മൂന്നാമത് സ്വാത്വികം. സ്വാത്വികം എന്ന് പറയുന്നത് സ്വഭാവമാണ്, ആ കഥാപാത്രത്തിന്റെ സ്വഭാവം, അതാണ്. 4 എന്ന് പറയുന്നത് ആഹാര്യം. ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷമാണ്, ആഹാര്യം. ഇതിനും ഈ 4 കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഈ കലാരൂപത്തിന്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഈ നമ്മുടെ കൂടിയാട്ടം എന്ന് പറയുന്ന ഈ കലാരൂപം നമ്മൾ എവിടെയാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇത് അവതരിപ്പിക്കുന്ന വേദി എന്ന് പറയുന്നത് കൂത്തമ്പലമാണ്. കൂത്തമ്പലങ്ങളിലാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ കൂത്തമ്പലം നിർമ്മിക്കാൻ പരിഗണിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അതായത് ഈ കലാരൂപം നമ്മുടെ കുലശേഖര ആൾവാർ എന്ന് പറയുന്ന രാജാവ് ഇതിന്റെ കഥകളൊക്കെ എഴുതുകയും തോലനോട് പറയുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ തോലൻ പോയി ചാക്യാറിനെയും നങ്ങ്യാറിനെയും ഒക്കെ കണ്ട് ഇത് അവതരിപ്പിക്കാനായിട്ടുള്ള ആളുകൾ, അഭിനേതാക്കളൊക്കെ വന്നു. അപ്പൊ ഇത് എവിടെ? നമ്മൾക്കൊരു സ്ഥലം വേണമല്ലോ ഇത് അവതരിപ്പിക്കാൻ. അപ്പൊ ഇത് അവതരിപ്പിക്കുന്നത്, അപ്പൊ രാജാവ് പറഞ്ഞു കൂത്തമ്പലത്തിൽ മതി, ഇത് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിൽ മതി എന്ന് നമ്മുടെ കുലശേഖര ആൾവാർ പറയുകയാണ്. അപ്പൊ ഈ ഒരു കൂത്തമ്പലം നമുക്ക് നിർമ്മിക്കണമല്ലോ. അപ്പൊ ഇത് നമ്മൾ ഏത് പുസ്തകം നോക്കിയാണ് നമ്മൾ ഈ കൂത്തമ്പലം നിർമ്മിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? അന്ന് ഏത് പുസ്തകം നോക്കിയാണ് ഈ കൂത്തമ്പലം നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഏത് പുസ്തകമാണ്? ഒന്ന് ശില്പരത്ന എന്ന് പറയുന്ന ഒരു പുസ്തകം, ശ്രീകുമാർ എഴുതിയ ശില്പരത്ന എന്നാണ്. കൃത്യമായിട്ട് പഠിക്കടാ. ശില്പരത്ന എന്ന പുസ്തകം, ശ്രീകുമാർ എഴുതിയ ശില്പരത്ന എന്ന പുസ്തകം. അതോടൊപ്പം തന്നെ തന്ത്രസമുച്ചയം. അപ്പൊ ശില്പരത്ന, തന്ത്രസമുച്ചയം. ശ്രീകുമാർ എഴുതിയ ശില്പരത്ന. തന്ത്രസമുച്ചയം എഴുതിയത് എന്താണ്? ആരാണ്? ചെന്നാസ് നാരായണൻ നമ്പൂതിരി. ചെന്നാസ് നാരായണൻ നമ്പൂതിരിയാണ് നമ്മുടെ തന്ത്ര സമുച്ചയം എഴുതി. അപ്പൊ ശില്പരത്നയുമുണ്ട്, തന്ത്രസമുച്ചയമുണ്ട്. ചെന്നാസ് നാരായണൻ നമ്പൂതിരിയാണ് തന്ത്രസമുച്ചയം എഴുതിയത്. അപ്പോൾ ഒരു കൂത്തമ്പലത്തിൽ വെച്ചാണ് ഞാൻ പറഞ്ഞു, കൂത്തമ്പലത്തിൽ വെച്ചാണ് കൂടിയാട്ടം നടത്തുന്നത്. അപ്പൊ കൂത്തമ്പലത്തിൽ വെച്ചാണ് കൂടിയാട്ടം. കൂത്തമ്പലത്തിൽ വെച്ച് ഈ കൂത്തമ്പലം നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്ന 2 പുസ്തകങ്ങളാണുള്ളത്. ഒന്ന് ശില്പരത്ന എന്ന പുസ്തകം എഴുതിയതാണ് ശ്രീകുമാർ എഴുതിയ ശില്പരത്ന. പിന്നെന്താണ്? തന്ത്രസമുച്ചയം, രണ്ടാമത്തെ പുസ്തകമാണ് തന്ത്രസമുച്ചയം. തന്ത്രസമുച്ചയം ആരാണ് എഴുതിയത്? ചെന്നാസ് നാരായണൻ നമ്പൂതിരി എഴുതിയ ചെന്നാസ് നാരായണൻ നമ്പൂതിരി അല്ലെ? ചെന്നാസ് നാരായണൻ നമ്പൂതിരി. അപ്പൊ ചെന്നാസ് നാരായണൻ നമ്പൂതിരി എഴുതിയ തന്ത്രസമുച്ചയം. പഠിക്കടാ, എന്താണ്? ചെന്നാസ് നാരായണൻ നമ്പൂതിരി എഴുതിയ തന്ത്രസമുച്ചയം എന്ന പുസ്തകം. അപ്പൊ ശില്പരത്നയുമുണ്ട്, തന്ത്രസമുച്ചയമുണ്ട്. നമ്മുടെ കൂത്തമ്പലം നിർമ്മിക്കാൻ പരിഗണിക്കുന്ന ഗ്രന്ഥങ്ങളാണിവ. എന്താ സംഭവം എന്ന് ചോദിച്ചാല്, കൂത്തമ്പലം നിർമ്മിക്കാൻ പരിഗണിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. സെറ്റല്ലേടാ? യെസ്.
അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് കൂടിയാട്ടം കാണണം, ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് കൂടിയാട്ടം കാണണമെന്ന് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളത്തിൽ കൂടിയാട്ടം അരങ്ങേറുന്ന ക്ഷേത്രങ്ങൾ രണ്ട് ക്ഷേത്രങ്ങളാണ്. കൂടിയാട്ടം അരങ്ങേറുന്ന ക്ഷേത്രങ്ങൾ രണ്ട് ക്ഷേത്രങ്ങളാണ് കൂടിയാട്ടം അരങ്ങേറുന്നത് എന്ന് പറയുന്നത്. ഏതൊക്കെയാണത് നിങ്ങൾക്കറിയാമോ? ഒന്ന് ഇവിടെ തൃശ്ശൂർ ജില്ലയിലുള്ള കൂടൽമാണിക്യ ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള കൂടൽമാണിക്യ ക്ഷേത്രവും പിന്നെ വീണ്ടും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള എന്താണ് വടക്കുംനാഥ ക്ഷേത്രവുമാണ്. അപ്പൊ കൂടൽമാണിക്യ ക്ഷേത്രത്തിലും വടക്കുംനാഥ ക്ഷേത്രത്തിലുമാണ് ഈ കൂടിയാട്ടം അരങ്ങേറുന്നത്. അപ്പൊ കൂടിയാട്ടം അരങ്ങേറുന്ന ക്ഷേത്രങ്ങൾ രണ്ടെണ്ണമാണ്. രണ്ട് ക്ഷേത്രങ്ങളിലാണ് കൂടിയാട്ടം അരങ്ങേറുന്നത്. അപ്പൊ കൂടിയാട്ടം അരങ്ങേറുന്ന രണ്ട് ക്ഷേത്രങ്ങൾ കൂടൽമാണിക്യ ക്ഷേത്രം പിന്നെന്താണ് വടക്കുംനാഥ ക്ഷേത്രം. പഠിച്ചു വെച്ചോ, കൂടൽമാണിക്യ ക്ഷേത്രവും വടക്കുംനാഥ ക്ഷേത്രവുമാണ്. ഇത് ചടങ്ങുകളാണ്, നമ്മുടെ കൂടിയാട്ടത്തിന് ചടങ്ങുകളാണ്. കലാരൂപങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ കഥകളിയുടെ ചടങ്ങിനാണ് വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നത്. കാരണം PSC ചോദ്യം ഇടുമ്പോൾ കഥകളി ചടങ്ങുകളാണ് ചോദിക്കുക. കഥകളി എന്ന കലാരൂപം പഠിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ചടങ്ങുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതാണ് ചോദിക്കുക. കൂടിയാട്ടത്തിൻ്റെ ചടങ്ങുകൾ ഇതുവരെ ചോദിച്ചിട്ടില്ല നമ്മുടെ പരീക്ഷയ്ക്ക്. ഇനി അറിയില്ല, നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ചടങ്ങുകൾ ചോദിക്കുമെന്ന് നമുക്കറിയില്ല. ചിലപ്പം വേണമെങ്കിൽ പോയി ചോദിക്കാം ഇത് ഏത് കലാരൂപത്തിൻ്റെ ചടങ്ങുകളാണ്. അപ്പം നമുക്കൊന്ന് വായിക്കാം, ഇതിൻ്റെ ചടങ്ങുകൾ ഏതൊക്കെയാണെന്ന് വായിക്കാം. ഒന്ന് അരങ്ങ് വിധാനമാണ്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, എന്താ സംഭവം എന്നൊന്നും പറയുന്നില്ല. കാരണം ഇത് ജസ്റ്റ് നിങ്ങൾ ആ പേരൊക്കെ ഓർത്തു വെച്ചോ, ഈ കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചടങ്ങുകളൊക്കെ ഈ കൂടിയാട്ടം എന്ന കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്താൽ മതിയാകും, അത്രയും മതിയാകും. അപ്പം ഒന്നാമത്തേതാണ് അരങ്ങ് വിധാനം. ഒന്നാമത്തെ ചടങ്ങാണ് അരങ്ങ് വിധാനം. രണ്ടാമത്തേതാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. അപ്പൊ അരങ്ങ് വിധാനമുണ്ട്, മിഴാവ് ഒച്ചപ്പെടുത്തൽ, ഗോഷ്ഠി കാണിക്കൽ, അക്കിത്തു ചൊല്ലൽ, അരങ്ങുതളി, ക്രിയ ചവിട്ടൽ, നാദി നിർവഹണം, മംഗളശ്ലോകം. നാദി നിർവഹണം, മംഗളശ്ലോകം. അപ്പൊ ഈ ചടങ്ങുകളൊക്കെ കൂടിയാട്ടം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഇനി നോക്കൂ, ഈ കൂടിയാട്ടം എന്ന കലാരൂപത്തിന് ലഭിച്ച ഒരു അംഗീകാരമാണ് 2001 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി ആദ്യ ഭാരതീയ കല. അപ്പൊ കൂടിയാട്ടം എന്ന കലാരൂപം എന്ന് പറയുന്നത് 2001 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുകയാണ്. ഇത് നമ്മുടെ ഭാരതീയ കല എന്ന ആദ്യ ഭാരതീയ കല എന്ന നേട്ടം കൂടി കൈവരിക്കുന്നു. അപ്പൊ ഇത് പാരീസിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, ആരാണ്? PS സതീദേവിയാണ്. ഇത് പാരീസിൽ അവതരിപ്പിച്ചത്. കൂടിയാട്ടം എന്ന കലാരൂപം പാരീസിൽ അവതരിപ്പിച്ച് യുനെസ്കോയുടെ ആ പൈതൃക പട്ടികയിൽ ഇടമൊക്കെ നേടി അല്ലേ. അപ്പൊ ഇത് ആ പാരീസിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് PS സതീദേവിയാണ്. പാരീസിൽ ഇത് അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? PS സതീദേവി. മനസ്സിലായോ? അപ്പൊ PS സതീദേവിയാണ് ഇത് പാരീസിൽ അവതരിപ്പിച്ചത്. ഇനി നിങ്ങൾക്ക് ഇതിപ്പോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കൂടിയാട്ട പരിശീലന കേന്ദ്രങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10 വർഷമാണ് പഠനം എന്ന് പറയുന്നത്. അപ്പൊ 10 വർഷത്തെ പഠനമാണ്, 10 വർഷം പഠനം. പിന്നെ മാത്രമല്ല ഈ 10 വർഷവും നിങ്ങൾ രാവിലെ 3 മണിക്ക് എണീക്കണം. 3 മണി, വെളുപ്പിനത്തെ കാര്യം 3 AM. കാരണം നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെയാണ് ഇതിന്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം 3 മണിക്കൊക്കെ നിങ്ങൾ എണീക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, കൂടിയാട്ടം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൂടിയാട്ട പരിശീലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കേരള കലാമണ്ഡലം, ചെറുതുരുത്തിയിൽ തൃശ്ശൂരിലുള്ള കേരള കലാമണ്ഡലം. പിന്നെ മാർഗി, തിരുവനന്തപുരത്തുള്ള മാർഗി. പിന്നെ കൈരളി, അതും തൃശ്ശൂരിൽ തന്നെയാണ്. കൈരളി തൃശ്ശൂരിലാണ്, കേരള കലാമണ്ഡലം തൃശ്ശൂരിലാണ്. പിന്നെ മാർഗി തിരുവനന്തപുരത്താണ്. പിന്നെ രാജ്യാന്തര കൂടിയാട്ട പരിശീലന കേന്ദ്രമുണ്ട്, തൃപ്പൂണിത്തറയാണത് സ്ഥലം. രാജ്യാന്തര കൂടിയാട്ട പരിശീലന കേന്ദ്രം തൃപ്പൂണിത്തറയുണ്ട്. ഇതാണ് രാജ്യാന്തര കൂടിയാട്ട പരിശീലന കേന്ദ്രം തൃപ്പൂണിത്തറ. ഈ 4 സ്ഥലങ്ങളിലാണ് ഈ കൂടിയാട്ടം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂടിയാട്ടം നമ്മുടെ കലാമണ്ഡലത്തിലുണ്ട്, തൃശ്ശൂരിലുണ്ട്. പിന്നെ തൃശ്ശൂരിൽ തന്നെയുള്ള മാർഗി എന്ന് പറയുന്ന മാർഗി തിരുവനന്തപുരത്താണ്. തൃശ്ശൂരിൽ തന്നെയുള്ള
എന്താണ് കൈരളി എന്ന് പറയുന്ന സ്ഥലം, തൃശ്ശൂരിലുള്ള കൈരളി എന്ന സ്ഥാപനത്തിൽ ഇതെന്താണ്, ഇതൊക്കെ പരിശീലന കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ ഈ കൈരളി, തൃശ്ശൂരിലുള്ള കൈരളി, തൃശ്ശൂരിലുള്ള കേരള കലാമണ്ഡലത്തില്, പിന്നെ മാർഗി തിരുവനന്തപുരത്താണ്, പിന്നെ രാജ്യാന്തര കൂടിയാട്ട പരിശീലന കേന്ദ്രമുണ്ട് തൃപ്പൂണിത്തറയിൽ. ഈ 4 ഇടങ്ങളിലാണ് ഇത് പഠിപ്പിക്കുന്നത്. തൃശ്ശൂരിൽ തന്നെ 2 സ്ഥലങ്ങളിലുണ്ട്, ഒന്ന് കലാമണ്ഡലത്തിലും പിന്നെന്താണ് കൈരളിയിലും. തിരുവനന്തപുരത്തുണ്ട് മാർഗിയിൽ, പിന്നെ തൃപ്പൂണിത്തറയിൽ രാജ്യാന്തര കൂടിയാട്ട പരിശീലന കേന്ദ്രമുണ്ട് തൃപ്പൂണിത്തറ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കലാരൂപത്തിന്റെ പരിശീലന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ കലാരൂപത്തില് പ്രഗത്ഭരായ ആളുകളുണ്ട്, പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കൂടിയാട്ടം എന്ന കലാരൂപത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗുരുമണി മാധവ ചാക്യാർ എന്ന് പറയുന്നത്. ഗുരുമണി മാധവ ചാക്യാരുണ്ട്. അപ്പൊ ഗുരുമണി മാധവ ചാക്യാർ എന്ന് പറയുന്നത് കൂടിയാട്ടം എന്ന കലാരൂപത്തില് ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു പ്രഗത്ഭനാണ് ഗുരുമണി മാധവ ചാക്യാർ. ഇദ്ദേഹം ഈ കൂടിയാട്ടത്തിന്റെ ഗുരു എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഗുരുമണി മാധവ ചാക്യാർ. അപ്പൊ ആ പേരിൽ തന്നെ ഒരു ഗുരു എന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു കൂടിയാട്ടം എന്ന കലാരൂപത്തിന്റെ ഗുരുവാണ് നമ്മുടെ ഗുരുമണി മാധവ ചാക്യാർ എന്ന് പറയുന്നത്. ഇദ്ദേഹം നാട്യാചാര്യാണ്. കഥകളിക്ക് കൂടിയാട്ടത്തിന്റെ കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഗുരുമണി മാധവ ചാക്യാർ അറിയപ്പെടുന്നത് എന്താണ്? എല്ലാവരും നോക്കൂ, ഗുരുമണി മാധവ ചാക്യാർ അറിയപ്പെടുന്നത് കഥകളിക്ക് കൂടിയാട്ടത്തിന്റെ കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നാണ്. കഥകളിക്ക് കൂടിയാട്ടത്തിന്റെ കണ്ണുകൾ നൽകിയ കലാകാരൻ. അപ്പൊ ഇതൊക്കെ ചോദ്യങ്ങൾ വരാം. കഥകളിക്ക് കൂടിയാട്ടത്തിന്റെ കണ്ണുകൾ നൽകിയ കലാകാരൻ ഗുരുമണി മാധവ ചാക്യാരാണ്. ഇദ്ദേഹം അഭിനയ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. ഗുരുമണി മാധവ ചാക്യാര് എന്താണ്? നമ്മുടെ കൂടിയാട്ടത്തിന്റെ അഭിനയ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ എന്താണ്? അഭിനയ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിന് പുറത്ത് ആദ്യമായി കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് ഗുരുമണി മാധവ ചാക്യാര്. മദ്രാസിലാണ് ഇദ്ദേഹം കേരളത്തിന്റെ പുറത്ത് കൂടിയാട്ടം അവതരിപ്പിച്ചത്. മദ്രാസിൽ ഇദ്ദേഹം കൂടിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് കേരളത്തിന് പുറത്ത് ആദ്യമായി കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയാണ് ഗുരുമണി മാധവ ചാക്യാര്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് നാട്യകൽപദ്രുമം എന്ന് പറയുന്നത്. നാട്യകൽപദ്രുമം, അദ്ദേഹത്തിന്റെ കൃതി നാട്യകൽപദ്രുമം. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മാണി മാധവീയം. ഗുരുമണി മാധവ ചാക്യാറിന് പത്മശ്രീ ലഭിക്കുന്നുണ്ട്. 1974 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത്. റെഡിയാണല്ലോ? അപ്പൊ ഇതൊക്കെയാണ് ഗുരുമണി മാധവ ചാക്യാരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്നത്. ഗുരുമണി മാധവ ചാക്യാര് ഇത് ഗുരുവാണ്, നമ്മുടെ കൂടിയാട്ടത്തിന്റെ ഗുരുവാണ്, നാട്യാചാര്യനാണ്. കേരളത്തിന് പുറത്ത് ആദ്യമായി കൂടിയാട്ടം അവതരിപ്പിച്ചു. അഭിനയ ചക്രവർത്തിയാണ്. കഥകളിക്ക് കൂടിയാട്ടത്തിന്റെ കണ്ണുകൾ നൽകിയ കലാകാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്ന് പറയുന്നത് കൽപദ്രുമം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്താണ്? മാണി മാധവീയം. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? ഗുരുമണി മാധവ ചാക്യാരുടെ നോക്കണം, നമ്മൾ ആദ്യം പഠിച്ച പ്രഗത്ഭനാണ് ഗുരുമണി മാധവ ചാക്യാർ. ഗുരുമണി മാധവ ചാക്യാർ. ഇദ്ദേഹം എന്താണ്? ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയുടെ പേരാണ് കൽപദ്രുമം. ഇദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് കൽപദ്രുമം. ഇദ്ദേഹം എഴുതിയ ആത്മകഥയാണ്. ഇദ്ദേഹം എഴുതിയ ആത്മകഥ എന്താണ്? മാണി മാധവീയം. ഓർത്തു വെച്ചോണേ. ഈ കൃതികളുടെ പേരൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്തു വെക്കുക. റെഡിയാണല്ലോ? അപ്പൊ കൃതിയാണ് കൽപദ്രുമം, പിന്നെന്താണ്? ആത്മകഥയാണ് മാണി മാധവീയം. ഇനി അടുത്ത രണ്ടാമത്തെ വ്യക്തിയാണ് ഈ കൂടിയാട്ടത്തില് ഏറ്റവും പ്രഗത്ഭൻ അല്ലെങ്കിൽ എന്താണ് കൂടിയാട്ട പ്രഗത്ഭനാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. ഗുരുമണി മാധവ ചാക്യാര് രണ്ടാമത്തെ വ്യക്തിയാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. ഗുരുമണി മാധവ ചാക്യാർ, അമ്മന്നൂർ മാധവ ചാക്യാർ.
ഇദ്ദേഹം കൂടിയാട്ടത്തിന്റെ കുലപതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കൂടിയാട്ടത്തിന്റെ, എടാ മക്കളെ എല്ലാവരും പഠിക്കൂ, കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. അമ്മന്നൂർ മാധവ ചാക്യാരാണ് എന്ത്? കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ഗുരുമണി മാധവ ചാക്യാർ പഠിച്ചു, അമ്മന്നൂർ മാധവ ചാക്യാർ പഠിച്ചു. കൂടിയാട്ടത്തിന്റെ എന്താണ്? കൂടിയാട്ടത്തിന്റെ കുലപതി, കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന അമ്മന്നൂർ മാധവ ചാക്യാർ പഠിച്ചു. ഇനി അടുത്തതാണ് എന്താ? കൂടിയാട്ടത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന പൈൻകുളം രാമൻ ചാക്യാർ. ഗുരുമണി മാധവ ചാക്യാര്, അമ്മന്നൂർ മാധവ ചാക്യാര്, പൈൻകുളം രാമൻ ചാക്യാര്, അതായത് കൂടിയാട്ടത്തിന്റെ നവോത്ഥാന നായകനാണ്. കൂടിയാട്ടത്തിന്റെ നവോത്ഥാന നായകനാണ് പൈൻകുളം രാമൻ ചാക്യാർ. ആരാണ്? പൈൻകുളം രാമൻ ചാക്യാർ. പൈൻകുളം രാമൻ ചാക്യാർ. പൈൻകുളം രാമൻ ചാക്യാർ. അപ്പോ ആദ്യം നമ്മൾ പഠിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആദ്യം നമ്മള് ഗുരുമണി മാധവ ചാക്യാർ പഠിച്ചു. അദ്ദേഹം കൂടിയാട്ടത്തിന്റെ എന്താണ്? അദ്ദേഹം ഗുരുവാണ്, കൂടിയാട്ടത്തിന്റെ ഗുരുവാണ്. അദ്ദേഹം കേരളത്തിന്റെ പുറത്ത് ആദ്യമായി കൂടിയാട്ടം അവതരിപ്പിക്കുകയും അതോടെ കഥകളിക്ക് കൂടിയാട്ടത്തിന്റെ കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൃതി കൽപ്പദ്രുമവും മാണി മാധവിയും അദ്ദേഹത്തിന് ആത്മകഥയും പത്മശ്രീ ഒക്കെ ലഭിച്ച വ്യക്തിയാണ്. രണ്ടാമത് അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന് പറയുന്നത് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പിന്നാണ് നമ്മൾ പൈൻകുളം രാമൻ ചാക്യാർ, കൂടിയാട്ടത്തിന്റെ നവോത്ഥാന നായകൻ. ഇനി കലാമണ്ഡലം ഗിരിജ, അതായത് ആദ്യ നങ്ങാർ ഇതര കലാകാരി, അതായത് ഒരു നങ്ങാർ വിഭാഗത്തിൽപ്പെട്ട അല്ലാതെ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയാണ്, കലാകാരിയാണ് കലാമണ്ഡലം ഗിരിജ. ആദ്യ നങ്ങാർ ഇതര കലാകാരി, ആദ്യ നങ്ങാർ ഇതര കലാകാരിയാണ് കലാമണ്ഡലം ഗിരിജ. കലാമണ്ഡലം ഗിരിജ. പിന്നെ ഇത് കൂടാതെ മാർഗീസതി, ഉഷാ നങ്ങ്യാർ, ഇച്ചിരിക്കുട്ടി നങ്ങ്യാർ ഇവരൊക്കെ എന്താണ്? ഈ കൂടിയാട്ടത്തിന്റെ പ്രഗത്ഭരാണ് എന്നുള്ളതാണ് കേട്ടോ. ഇവരൊക്കെ പ്രഗത്ഭരാണ്. നമ്മുടെ റെഡിയാണല്ലോ? ഉഷാ നങ്ങ്യാര്, ഇച്ചിരിക്കുട്ടി നങ്ങ്യാര്, മാർഗീസതി കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും പേരാണ് ഞാൻ തന്നത്. അപ്പൊ അത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതായത് ആദ്യം നമ്മള് ഗുരുമണി മാധവ ചാക്യാര്, ഗുരുമണി മാധവ ചാക്യാര്. അപ്പൊ ഗുരുമണി മാധവ ചാക്യാർ. ഗുരുമണി മാധവ ചാക്യാർ എന്താ അറിയപ്പെടുന്നത്? നമ്മുടെ ഗുരു എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? പേരിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഗുരു എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ കൂടിയാട്ടത്തിന്റെ ഗുരുവാണ്. കഥകളിക്ക് കൂടിയാട്ടത്തിന്റെ കണ്ണുകൾ നൽകിയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് കൂടിയാട്ടം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി. ഇദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് കൽപ്പദ്രുമം. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മാണി മാധവീയം. രണ്ടാമത്തതാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാരുണ്ട്. അപ്പൊ അമ്മന്നൂർ മാധവ ചാക്യാര് നോക്കടാ, അമ്മന്നൂർ മാധവ ചാക്യാര് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാര് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ കൂടിയാട്ടത്തിന്റെ നവോത്ഥാന നായകൻ പൈൻകുളം രാമൻ ചാക്യാർ. പൈൻകുളം രാമൻ ചാക്യാരുണ്ട്. പൈൻകുളം രാമൻ ചാക്യാര് കൂടിയാട്ടത്തിന്റെ നവോത്ഥാന നായകനാണ്. ഇനി ആദ്യ നങ്ങാർ ഇതര കലാകാരിയാണ് കലാമണ്ഡലം ഗിരിജ. കലാമണ്ഡലം ഗിരിജ. കലാമണ്ഡലം ഗിരിജ എന്താണ്? ആദ്യ നങ്ങാർ ഇതര കലാകാരിയാണ്. ആദ്യ നങ്ങാർ ഇതര കലാകാരി. ആദ്യ നങ്ങാർ ഇതര കലാകാരിയാണ് ഗിരിജ. ഗിരിജ കേട്ടോ. അപ്പൊ ഇവരെ 4 പേരെ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ഒന്ന് പഠിക്കുക. പ്രഗത്ഭരില് കൂടുതലായിട്ടൊന്ന് പഠിക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ കൂടിയാട്ടത്തിന്റെ പ്രധാന കഥകളാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. കൂടിയാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കഥകളുണ്ട്. അതാണ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേതാണ് സുഭദ്രാധനഞ്ജയം. സുഭദ്രാധനഞ്ജയം അത് നമ്മുടെ കുലശേഖര ആൾവാർ, അതായത് കൂടിയാട്ടത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള കുലശേഖര ആൾവാർ എഴുതിയതാണ് ഈ സുഭദ്രാധനഞ്ജയവും തപതീ സംവരണവും. സുഭദ്രാധനഞ്ജയം, തപതീ സംവരണം. തപതീ സംവരണം മനസ്സിലായോ? തപതീ സംവരണം.
ഇത്രയും മനസ്സിലായോ? വേഗം പറഞ്ഞേ. അപ്പോ പ്രധാനപ്പെട്ട കഥയില് ആദ്യത്തേതാണ് സുഭദ്ര ധനഞ്ജയം, രണ്ടാമത്തെ തപതി സംവരണം. ഇത് രണ്ടും എഴുതിയത് ആരാണ്? ഇത് രണ്ടും എഴുതിയത് കുലശേഖര ആൾവാറാണ്. അതായത് സുഭദ്ര ധനഞ്ജയവും തപതി സംവരണവും എഴുതിയത് കുലശേഖര ആൾവാറാണ്. ഇനി ഇത് രണ്ടും എഴുതിയത് കൂടിയാട്ടത്തിന്റെ ഈ രണ്ട് കഥകൾ, അതായത് പ്രതിമാഭിഷേകം സ്വപ്നവാസവദത്തം എന്ന ഈ രണ്ട് കഥകൾ എഴുതിയത് ഭാസനാണ്. ആരാണ്? ഭാസനാണ് ഈ രണ്ട് കഥകൾ എഴുതിയത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രതിമാഭിഷേകവും അതോടൊപ്പം തന്നെ എന്താണ്? പ്രതിമാഭിഷേകം പ്രതിമാഭിഷേകം സ്വപ്നവാസവദത്തം. ഇത് ഭാസനാണ് എഴുതിയത്, ഭാസൻ. ഇനി ആശ്ചര്യ ചൂഡാമണി എഴുതിയത് ശക്തിഭദ്രനാണ്. ആശ്ചര്യ ചൂഡാമണി എന്ന കഥ എഴുതിയത് ശക്തിഭദ്രൻ. ഇതാണ് പ്രധാന കഥകളിൽ വരുന്നത്. ഇതാണ് പ്രധാന കഥകളിൽ വരുന്നത്. ഒന്നാണ് സുഭദ്ര ധനഞ്ജയം. സുഭദ്രാ ധനഞ്ജയം എന്ന് പറയുന്നത് ഇൻജയമുണ്ട് അല്ലെ. സുഭദ്രാ ധനഞ്ജയം ആരാ എഴുതിയത്? തപതി സംവരണം. ഇത് രണ്ടും എഴുതിയത് കുലശേഖര ആൾവാറാണ്. ഇനി അടുത്ത രണ്ട് കൃതികളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രതിമാഭിഷേകം, പിന്നെ ഒന്നുകൂടിയുണ്ട്, നാലാമത്തെ ഒന്നുകൂടിയുണ്ട് പ്രതിമാഭിഷേകവും. അതോടൊപ്പം തന്നെ ഏതാണ്? ഒരു കഥ കൂടിയുണ്ട്, സ്വപ്നവാസവദത്തം അല്ലെ. പ്രതിമാഭിഷേകം, സ്വപ്നവാസവദത്തം, അപ്പൊ പ്രതിമാഭിഷേകം ഇത് നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയെടുത്തോളൂ. പ്രതിമാഭിഷേകം സ്വപ്നവാസവദത്തം എഴുതിയത് ഭാസനാണ്, ഭാസൻ. ഇനിയും മറ്റൊരു കഥയുണ്ട്, അതേതാണ്? അഞ്ചാമത്തെ കഥ ആശ്ചര്യ ചൂഡാമണി അല്ലെ. അപ്പൊ ആശ്ചര്യ ചൂഡാമണി എഴുതിയത് ആരാണ്? ഇതൊക്കെ കൂടിയാട്ടത്തിന്റെ കഥകളാണ്. ആശ്ചര്യ ചൂഡാമണി എഴുതിയത് ആരാണ്? ശക്തിഭദ്രനാണ്. ശക്തിഭദ്രൻ. അപ്പൊ കുറച്ച് കഥകൾ, പ്രധാനപ്പെട്ട കഥകൾ ഒന്ന് അറിഞ്ഞിരിക്കുക. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട കഥകൾ പഠിച്ചിരിക്കുക. സുഭദ്രാ ധനഞ്ജയം, തപതി സംവരണം, പിന്നെന്താണ്? സുഭദ്രാ ധനഞ്ജയം, തപതി സംവരണം, പിന്നെ ഏതാണ്? പ്രതിമാഭിഷേകം. അതോടൊപ്പം തന്നെ എന്താണ്? പ്രതിമാഭിഷേകം. അടുത്ത നമ്മുടെ ഭാസൻ എഴുതിയ മറ്റൊരു കഥയാണ് എന്ത്? പ്രതിമാഭിഷേകത്തിന് ശേഷം സ്വപ്നവാസവദത്തം. പിന്നെ ഒന്നുകൂടി ഉണ്ട് ആശ്ചര്യ ചൂഡാമണി എഴുതിയത് ശക്തിഭദ്രനാണ്. റെഡിയാണല്ലോ? ഓക്കെ. ഇനി നോക്കൂ, കൂത്ത് എന്താണെന്നുള്ളത് നോക്കൂ. കൂത്ത് എന്ന് പറഞ്ഞാല് കൃഷ്ണകഥകൾ. ഈ കൃഷ്ണകഥകൾ അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം കൃഷ്ണന്റെ കഥകളാണ് അല്ലെ. അപ്പം കൃഷ്ണന്റെ 10,001 ഭാര്യമാരൊക്കെയാണ് അല്ലെ. അപ്പം കൃഷ്ണന്റെ കഥകൾ അവതരിപ്പിക്കുമ്പോൾ അത്രയും നങ്ങ്യാറ് വേണം, അത്രയും നങ്ങ്യാർ സ്ത്രീകൾ വേണം. പക്ഷെ അത്രയും നങ്ങ്യാർ സ്ത്രീകളെ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി അത്രയും നങ്ങ്യാർ സ്ത്രീകൾ എത്തിയാൽ പോലും ഇതിനൊത്തൊരു കൂത്തമ്പലം വേണം, വേദി വേണം എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ കൃഷ്ണ കഥകള് എന്ത് ചെയ്തു? ചാക്യാർ ഒറ്റയ്ക്ക് അഭിനയിച്ചു. അപ്പൊ അതിനെയാണ് നമ്മൾ കൂത്ത് എന്ന് പറയുന്നത്. കാരണം ചാക്യാർ ഒറ്റയ്ക്ക് അഭിനയിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ കൂടിയാട്ടം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ചാക്യാർ ഒറ്റയ്ക്ക് ഈ കൃഷ്ണ കഥ അവതരിപ്പിച്ചപ്പോൾ അതിനെയാണ് നമ്മൾ കൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ കൂത്ത് എന്ന് പറഞ്ഞാൽ കൃഷ്ണ കഥകളാണ്. അതിൽ ചാക്യാർ ഒറ്റയ്ക്ക് അഭിനയിക്കുന്നു. അതില് നമ്മുടെ വാചികത്തിനാണ് പ്രാധാന്യം, ഡയലോഗിനാണ് പ്രാധാന്യം അവിടെയുള്ളത്. വാചികത്തിന് പ്രാധാന്യം. വേദി കൂത്തമ്പലം തന്നെയാണ്. അപ്പൊ ഇതിന്റെ വാദ്യമായിട്ട് മിഴാവാണുള്ളത്. കാരണം എന്താണ്? ഇതില് വാദ്യമായിട്ട് മിഴാവാണുള്ളത്. കാരണം ഇതില് എന്താണ്? നമ്മുടെ നങ്ങ്യാർ സ്ത്രീകളില്ല. കാരണം ചാക്യാർ ഒറ്റയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? മിഴാവ് മാത്രമാണ് ഇതിന്റെ ഒരു വാദ്യമായിട്ട് വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? മിഴാവ് മാത്രമാണ് ഇതിന്റെ ഒരു വാദ്യമായിട്ട്
വരുന്നത് എന്നുള്ളതാണ്. മിഴാവ് മാത്രമാണ് വാദ്യമായിട്ട് വരുന്നത്. റെഡിയല്ലേ? മിഴാവ് മാത്രമാണ്. ഇത്രയും സെറ്റാണോ? ഇവിടെ കുഴിത്താളം ഇവിടെ വരില്ല, കാരണം നങ്ങ്യാർ സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ട് കുഴിത്താളം എന്ന് പറയുന്ന വാദ്യം കൂത്തിനില്ല. കൂത്തിൽ ചാക്യാർ ഒറ്റയ്ക്കാണ് അഭിനയിക്കുന്നത്, കൂടെ നമ്മുടെ നമ്പ്യാരും മിഴാവ് കൊട്ടാനായിട്ടുണ്ട്. പക്ഷെ നങ്ങ്യാർ സ്ത്രീകളെ ഇല്ല, അതുകൊണ്ട് കുഴിത്താളം എന്ന വാദ്യം ഇല്ല കൂത്തിന്. കൃഷ്ണ കഥകളാന്ന് ഓർത്താൽ മതിയാവും. അടുത്ത നോക്കൂ, അടുത്തതാണ് കൂത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഇത് വലിയ പ്രാധാന്യമല്ല കേട്ടോ, വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. കൂത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് കഥാകഥനവും നാടകാഭിനയവും. കഥാകഥനവുമുണ്ട്, നാടകാഭിനയമുണ്ട്. റെഡിയാണല്ലോ? കഥാകഥനം, നാടകാഭിനയം. മനസ്സിലായോ? കഥാകഥനം, നാടകാഭിനയം. കഥാകഥനം, നാടകാഭിനയം. അപ്പൊ നമ്മൾ കൂത്ത് പഠിച്ചു. കൂത്തിന് 2 ഘട്ടങ്ങളായിട്ടാണ് കൂത്ത്. കഥാകഥനവുമുണ്ട്, നാടകാഭിനയമുണ്ട്. കഥാകഥനവും നാടകാഭിനയവും. ഇനിയും ഈ കൂത്തെന്ന് പറയുന്നത് ചാക്യാർ ഒറ്റയ്ക്കാണ്. അപ്പൊ ചാക്യാർ ഒറ്റയ്ക്ക് കൂത്ത് അവതരിപ്പിച്ചപ്പോൾ നങ്ങ്യാർ സ്ത്രീകള് എന്താണ് വെറുതെ ഇരുന്നില്ല, അവരൊറ്റയ്ക്കും നങ്ങ്യാർ സ്ത്രീകൾ ഒറ്റയ്ക്ക് കൃഷ്ണ കഥകൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവതരിപ്പിച്ചു. അപ്പൊ നങ്ങ്യാർ ഒറ്റയ്ക്ക് കൃഷ്ണ കഥകൾ അവതരിപ്പിച്ചു. അതിനെയാണ് നമ്മൾ നങ്ങ്യാർ കൂത്ത് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ ഇതാണ് നങ്ങ്യാർ കൂത്ത്. ഇതിൽ നങ്ങ്യാർ ഒറ്റയ്ക്കാണ്, നങ്ങ്യാർ സ്ത്രീകളാണ്. നങ്ങ്യാർ കൂത്ത് നങ്ങ്യാർ സ്ത്രീകളാണ്. അപ്പൊ നങ്ങ്യാർ സ്ത്രീകൾ എന്താണ്? കൃഷ്ണ കഥകളാണ് അവതരിപ്പിക്കുന്നത്. മൂകാഭിനയത്തിന് പ്രാധാന്യം, കാരണം സ്ത്രീകളായതുകൊണ്ട് വാചികത്തിനല്ല പ്രാധാന്യം. കൂത്തിന് വാചികത്തിനായിരുന്നു പ്രാധാന്യം, കൂത്ത്. പക്ഷേ നങ്ങ്യാർ കൂത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? മൂകാഭിനയത്തിനാണ് പ്രാധാന്യം, അല്ലെ? വാചികമില്ലാതെ മൂകാഭിനയത്തിലൂടെയാണ് കഥകൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ മൂകാഭിനയത്തിനാണ് പ്രാധാന്യം. മുദ്രകളിലൂടെ കഥ പറയുന്നു. വാദ്യം ഏതാണ്? മിഴാവ് കൊണ്ട്, കാരണം നങ്ങ്യാർ സ്ത്രീകളുടെ ഭർത്താവാണ് നമ്പ്യാർ. അപ്പൊ നമ്പ്യാർ മിഴാവ് കൊട്ടാനായിട്ട് എന്തായാലും എത്തും. നമ്പ്യാരുമുണ്ട്, കൂടെ നങ്ങ്യാർ സ്ത്രീകളല്ലേ നടത്തുന്നത്. അപ്പൊ എന്താണ്? കുഴിത്താളവും ഉണ്ട്. പക്ഷെ കൂത്തിന് കുഴിത്താളം എന്നൊരു വാദ്യം ഇല്ല. കൂത്തിന് കുഴിത്താളം എന്നൊരു വാദ്യം ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? നമ്മുടെ മിഴാവ് മാത്രമേ ഉള്ളൂ. പക്ഷെ നങ്ങ്യാർ കൂത്തിന് മിഴാവും കുഴിത്താളവും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? യെസ് യെസ് യെസ്. ഇനിയും ഈ ശ്രീകൃഷ്ണ ചരിതം അവതരിപ്പിക്കാനായിട്ട് 12 ദിവസമാണ് നമുക്ക് വേണ്ടിയത്. കാരണം അത് കൃഷ്ണന്റെ കഥകളാണല്ലോ. അപ്പം അതുകൊണ്ട് ശ്രീകൃഷ്ണ ചരിതം അവതരിപ്പിക്കാനായിട്ട് 12 ദിവസം വേണമെന്നുള്ള കാര്യം ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെച്ചോ. ശ്രീകൃഷ്ണ ചരിതം അവതരിപ്പിക്കാനായിട്ട് 12 ദിവസം വേണം. എത്ര ദിവസം വേണം? 12 ദിവസം. മന്ത്രാംഗം, നങ്ങ്യാർ കൂത്ത്, ശ്രീകൃഷ്ണ ചരിതം എന്നീ കൃതികൾ രചിച്ചത് എന്താണ് മക്കളെ? മന്ത്രാംഗം, നങ്ങ്യാർ കൂത്ത്, ശ്രീകൃഷ്ണ ചരിതം. മൂന്ന് കൃതികളാണ്. മന്ത്രാംഗം, നങ്ങ്യാർ കൂത്ത്, ശ്രീകൃഷ്ണ ചരിതം. മന്ത്രാംഗം, നങ്ങ്യാർ കൂത്ത്, ശ്രീകൃഷ്ണ ചരിതം. ഈ 3 കൃതികൾ രചിച്ചത് ആരാന്നറിയാമോ? ഇത് 3ഉം രചിച്ചത് പാണിവാദ തിലകം നാരായണൻ നമ്പ്യാരാണ്. അത് ആരാണ്? പാണിവാദ തിലകം നാരായണൻ നമ്പ്യാർ. പാണിവാദ തിലകം നാരായണൻ നമ്പ്യാർ. പാണി കേട്ടോ, അതിന്റെ കുടുംബപ്പേരോ ഒക്കെ ആയിരിക്കാം, കുടുംബപ്പേരൊക്കെ ആയിരിക്കാം. പാണിവാദ തിലകം പഠിച്ചു വെച്ചോ. പാണിവാദ തിലകം നാരായണൻ നമ്പ്യാർ. നാരായണൻ നമ്പ്യാർ. പാണിവാദ തിലകം നാരായണൻ നമ്പ്യാരാണ് ഇത് ശ്രീകൃഷ്ണ ചരിതവും മന്ത്രാംഗവും നങ്ങ്യാർ കൂത്തും എന്നീ കൃതികൾ രചിച്ചത്. പാണിവാദ തിലകം നാരായണൻ നമ്പ്യാരാണ്. പാണിവാദ തിലകം നാരായണൻ നമ്പ്യാർ. അപ്പൊ ഇതാണ് കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. റെഡിയാണല്ലോ? എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. കലാരൂപങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തത്. കലാരൂപങ്ങളിൽ നമ്മൾ വാദ്യങ്ങൾ എടുത്തു. വാദ്യങ്ങളും അതോടൊപ്പം തന്നെ എന്താണ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. മദ്ദളത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കലാരൂപത്തിൽ കൂടിയാട്ടം എന്ന് നമ്മൾ പഠിച്ചു. കൂടിയാട്ടത്തിന്റെ പ്രത്യേകതകളും അതിന്റെ ഉപജ്ഞാതാവും സഹായിയും ഒക്കെ ആരാന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ ഉണ്ണിനീലി സന്ദേശം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്ന കൂടിയാട്ടത്തെ പരാമർശിക്കുന്ന സന്ദേശ കാവ്യമാണ്. പിന്നെ ഈ കൂടിയാട്ടത്തിന്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഭിനേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളത്, ഏതൊക്കെ വാദ്യങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, അവതരണ രീതി എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കടത്തനാട് ഉദയവർമ്മ തമ്പുരാൻ രചിച്ച
ഹസ്തലക്ഷണ ദീപികയിലെ 24 കൈമുദ്രകളും നാട്യശാസ്ത്രത്തിലെ ഭരതമുനി രചിച്ച നാട്യശാസ്ത്രത്തിലെ നവരസങ്ങളും കൂടി ചേർത്താണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നാട്യശാസ്ത്രത്തിലെ 4 അവതരണ രീതിക്ക് പ്രാധാന്യം: ആംഗികം, വാചികം, സ്വാത്വികം, പിന്നെന്താണ് ആഹാര്യം എന്നിങ്ങനെ. അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു. കൂത്തമ്പലമാണ്. കൂത്തമ്പലത്തിൽ വെച്ചാണ് കലാരൂപം നടത്തുന്നത്. കൂത്തമ്പലം നിർമ്മിക്കാനായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഗ്രന്ഥങ്ങൾ 2ആണ്. ഒന്ന് ശില്പരത്ന, പിന്നെന്താണ് തന്ത്രസമുച്ചയം. ശില്പരത്ന എഴുതിയത് ശ്രീകുമാറാണ്. തന്ത്രസമുച്ചയം എഴുതിയത് എന്താണ് ചെന്നാസ് നാരായണൻ നമ്പൂതിരി. പിന്നെന്താ നമ്മൾ പഠിച്ചത്? കൂടിയാട്ടം എവിടെയൊക്കെയാണ്? വടക്കുംനാഥ, അതോടൊപ്പം തന്നെ കൂടൽ മാണിക്യ ക്ഷേത്രം, അതിൻ്റെ ചടങ്ങുകൾ നമ്മളൊന്ന് പറഞ്ഞു പോയി, അംഗീകാരം പറഞ്ഞു. പരിശീലന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? കലാമണ്ഡലവും പിന്നെ തൃശ്ശൂരിൽ തന്നെയുള്ള കൈരളി, മാർഗി തിരുവനന്തപുരം, പിന്നെന്താണ് രാജ്യാന്തര കൂടിയാട്ട പരിശീലന കേന്ദ്രമുണ്ട് തൃപ്പൂണിത്തറ. പിന്നെ പ്രഗത്ഭര് നമ്മൾ ഗുരുമണി മാധവ ചാക്യാര്, പിന്നെ അമ്മന്നൂർ മാധവ ചാക്യാർ. ഗുരുമണി മാധവ ചാക്യാരുടെ 2 കൃതികളും നമ്മൾ പഠിച്ചു കേട്ടോ, കൽപ്പദ്രുമവും പിന്നെ മാണി മാധവീയം കേട്ടോ, മാണി മാധവീയം. അമ്മന്നൂർ മാധവ ചാക്യാര് നമ്മളുടെ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നാണ് അറിയപ്പെടുന്നത്. പൈൻകുളം രാമൻ ചാക്യാര് നവോത്ഥാന നായകനാണ് കൂടിയാട്ടത്തിന്റെ. കലാമണ്ഡലം ഗിരിജ നങ്ങ്യാർ ഇതര കലാകാരി. ബാക്കിയുള്ള ആളുകളെയും നമ്മൾ പരിചയപ്പെട്ടു. പ്രധാന കഥകൾ: സുഭദ്രാ ധനഞ്ജയം, തപതി സംവരണം, അതോടൊപ്പം തന്നെ എന്താണ് പ്രതിമാഭിഷേകം, പിന്നെന്താണ് പ്രതിമാഭിഷേകം, സ്വപ്നവാസവദത്തം, പിന്നെ നമ്മുടെ എന്താണ് ശക്തിഭദ്രൻ എഴുതിയ ഒരു കഥ കൂടിയുണ്ട്. ആ കഥയാണ് ആശ്ചര്യ ചൂടാമണി. അത് നമ്മൾ പഠിച്ചു. പിന്നെന്താണ് കൂത്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. കൂത്തിന് 2 ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് കഥാകഥനം, നാടകാഭിനയം. പിന്നെ നമ്മൾ നങ്ങ്യാർ കൂത്ത്, അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. ശ്രീകൃഷ്ണ ചരിതം നമ്മൾ 12 ദിവസമാണത്. ഇനിയും ശ്രീകൃഷ്ണചര്യം, മന്ത്രാംഗം, അതോടൊപ്പം തന്നെ എന്താണ് നങ്ങ്യാർ കൂത്ത്. മന്ത്രാംഗം, നങ്ങ്യാർ കൂത്ത്, ശ്രീകൃഷ്ണചരിതം എന്നീ കൃതികൾ എഴുതിയത് ആരാണ്? പാണിവാദ തിലകം നാരായണൻ നമ്പ്യാരാണ്. പാണിവാദ തിലകം നാരായണൻ നമ്പ്യാർ. റെഡിയാണല്ലോ. അപ്പൊ കൂടിയാട്ടം എന്ന കലാരൂപം നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ. കൂടിയാട്ടം എന്ന കലാരൂപം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സെറ്റാക്കി. അപ്പൊ കൂടിയാട്ടത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഏതൊരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കലാരൂപം നമ്മൾ പഠിച്ചു വെച്ചു. ഇനി ഇത് നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിലൊക്കെ എന്താണ് കൂടുതൽ ഇതിൻ്റെ കലാരൂപമൊക്കെ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനതിൽ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് എങ്ങനെയുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.